So next, transportation of carbon dioxide ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ ആദ്യം തന്നെ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു നട്ട്ഷെൽ. ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹോപ്പ് യു റിമെമ്പർ 97% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC ആയിരുന്നു ഇൻ ദ ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ആൻഡ് നമ്മുടെ ബാക്കി 3% ട്രാൻസ്പോർട്ട് ചെയ്തത് നമ്മുടെ പ്ലാസ്മയിലാണ്, ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. സോ ഇവിടെ 70%, വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, 70% ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് HCO3 മൈനസിന്റെ രൂപത്തിലാണ്. HCO3 മൈനസിന്റെ ഫോം. HCO3 മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബൈകാർബണേറ്റ് ആണ് അല്ലേ, ബൈകാർബണേറ്റ്. ഓക്കെ. നമ്പർ 2 ഈസ് 20 to 25%, വെരി ഇമ്പോർട്ടൻറ്റ്, ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBC ആണ്. ബൈ RBC ഏതിന്റെ ഫോമിലാന്ന് അറിയോ? ഇൻ ദ ഫോം ഓഫ് carbamino hemoglobin. This is very important. ഇത് ചിലപ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നാകും പലർക്കും. പക്ഷേ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് ആണ് അതിനെ വിളിക്കുന്ന പേര് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. അമിനോ ഗ്രൂപ്പിലേക്കാണ്, ഹീമോഗ്ലോബിൻ അമിനോ ഗ്രൂപ്പിലേക്കാണ് ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഓക്സി ഹീമോഗ്ലോബിൻ, ഹോപ്പ് യു നോ, ഓക്സി ഹീമോഗ്ലോബിൻ ഇതാണ്. ഓക്കെ, ഇത് മാറിപ്പോകും. ഇതിൽ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഇവരുതായിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ് ഈസ് carbamino hemoglobin, third is oxyhemoglobin. Okay, hope you got the idea. And number 3, the least, that is 7% is transported in dissolved state by whom? By plasma in dissolved state. This is very important. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ. സോ മെജോറിറ്റി 70% ബൈകാർബണേറ്റ് രൂപത്തിലായതുകൊണ്ട് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദിസ് വൺ, ദാറ്റ് ഈസ് 70% ബൈകാർബണേറ്റ് രൂപത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. സോ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ്. സോ ഇത് ഞാൻ സിംപ്ലി ഒരു ചിത്രം വെച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. സോ നമ്മുടെ RBC ആണ് ഈ കാണുന്നത്. RBC നമുക്കറിയാം, ബൈകോൺകേവ് ഷേപ്ഡ് ആയിട്ടുള്ള RBC അല്ലേ, ബൈകോൺകേവ് ഷേപ്ഡ് ആയിട്ടുള്ള RBC ആണ് ഈ കാണുന്നത്. സോ നമ്മളെ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസിൽ കാർബൺ ഡയോക്സൈഡ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ടിഷ്യൂസിൽ എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ. സോ ദാറ്റ് ഈസ് CO2. ഈ CO2 ഇനി എങ്ങോട്ടേക്ക് എടുക്കുന്നത്? നമ്മുടെ ഈ RBCന്റെ അകത്ത് ഈ CO2 ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതെന്താണെന്നറിയോ? CO2 plus H2O which gives H2CO3. That is carbonic acid അല്ലേ, H2CO3. ഈ H2CO3യും സ്പ്ലിറ്റ് ചെയ്യും. H2CO3 സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നറിയോ? H plus HCO3 minus. ഓക്കെ, HCO3 മൈനസ് ആണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ HCO3 മൈനസ് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്ന വെച്ചാൽ വായുവിലേക്കാണോ? പുറത്തെന്താ ഉള്ളത്? RBCന്റെ പുറത്ത് പ്ലാസ്മയാണുള്ളത്. സോ HCO3 മൈനസ് ഇവിടുന്ന് പുറത്തുനിന്ന് പ്ലാസ്മയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഉള്ളിലെ നെഗറ്റീവ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഡിസ്റ്റർബ്ഡ് ആയില്ലേ, അതിന് ഫലമായിട്ട് Cl മൈനസ് ആണ് ഉള്ളിലേക്ക് കയറും. ഈ ഒരു മെക്കാനിസത്തിന് ഒരു പേരുണ്ട്. ദിസ് ഈസ് കാൾഡ് ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയാറുണ്ട്. ഇത് NCERT കൊടുത്തിട്ടില്ല, എന്നാലും ജസ്റ്റ് നോക്കുക. ഈ HCO ഇതിന്റെ ഒരു ഫുൾ ഒരു കംപ്ലീഷൻ പർപ്പസിനാണ് ഞാൻ പറഞ്ഞത്. ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫെനോമിനൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. സോ ഹാംബർഗർ ഫെനോമിനൻ മെയിൻറ്റെയിൻസ് ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇൻസൈഡ് ദ RBC. ക്ലിയർ അല്ലേ? ഈ HCO3 മൈനസ് പുറത്തെത്തി. ഈ HCO3 മൈനസ് സോഡിയോ പൊട്ടാസിയോ ഏതെങ്കിലും രൂപത്തിൽ, സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇട്ട് ബൈൻഡ് ചെയ്തിട്ട് NaHCO3 അല്ലെങ്കിൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഒക്കെ ആയിട്ട് എങ്ങോട്ടേക്ക് പോകുമായിരിക്കും? നമ്മുടെ ആൽവിയോളസ് ലെവലിലേക്ക് പോകുമായിരിക്കും. ആൽവിയോളസ് ലെവലിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. അതായത് അവിടെ ഇത് H2CO3 രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. H2CO3 വീണ്ടും എന്തായിട്ട് കൺവേർട്ട്, ഒക്കെ ഇക്വിലിബ്രിയം റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ H2O പ്ലസ് കാർബൺ ഡയോക്സൈഡ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസിലേക്ക് പോകുന്നു. അത് നമ്മൾ എക്സ്പയർ ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ഇതാണ് സിമ്പിൾ way by the transportation of HCO3 minus. Hope you got. And very important, this is catalyzed by an enzyme which is called carbonic anhydrase.
കാർബോണിക് അൻഹൈഡ്രേസ്. ഓക്കെ, ആൻഡ് കാർബോണിക് അൻഹൈഡ്രേസ് എവിടെ പ്രസന്റ് എന്നുള്ളത് NCERT കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി പ്രസന്റ് ഇൻസൈഡ് RBC, ഇറ്റ് ഈസ് സം എമൗണ്ട് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ് ഈസ് പ്രസന്റ് ഇൻ പ്ലാസ്മ ആൾസോ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വിചാരിക്കുക. കാർബോണിക് അൻഹൈഡ്രേസ് ഈസ് പ്രസന്റ് ഇൻ ഓപ്ഷൻ എ RBC, ഓപ്ഷൻ ബി പ്ലാസ്മ, ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്. ബോത്ത് ഓഫ് ദീസ് ആയിരിക്കും ആൻസർ. ഓക്കെ, സെയിം ഈസ് പ്രസന്റ് ഇൻ പ്ലാസ്മ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, in both direction. At tissues where partial pressure of CO2 is high due to catabolism, CO2 diffuses into blood എന്ന് കൊടുത്തു. നേരെ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കും എന്നുള്ളത് എവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടിഷ്യൂസിൽ ഈ റിയാക്ഷൻ നടക്കും, പിന്നെ നമ്മുടെ ആൽവിയോളസ് ലെവലിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും എന്നുള്ളതും NCERT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് NCERT കൊടുത്ത കാര്യം, every 100 ml of deoxygenated blood, every 100 ml of deoxygenated blood എത്ര ml of ബ്ലഡിനെ ഡെലിവർ ചെയ്യുമെന്ന് അറിയോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് 4 ml of CO2 നെ ഡെലിവർ ചെയ്യും. എങ്ങോട്ടേക്കായിട്ട് ഡെലിവർ ചെയ്യുക? ആൽവിയോളസിലോട്ട് ഡെലിവർ ചെയ്യും. ഇൻടു ആൽവിയോളസ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇൻടു ആൽവിയോളസ്. അപ്പോൾ ഇതാണ് സിമ്പിൾ മെക്കാനിസം ഓഫ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ട്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് carbon dioxide. So we have finished the mechanisms of transportation of carbon dioxide and mechanism of transportation of oxygen. Everything ഇവിടെ carbon dioxide ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിനും ബേസിക് ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ സെയിം. നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പാർഷ്യൽ പ്രഷർ ആൻഡ് ഓക്സിജൻ പാർഷ്യൽ പ്രഷർ ആണ്. ആ പാർഷ്യൽ പ്രഷർ ഡിഫറൻസിന്റെ ബേസിലാണ് ആ ഡിഫ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അതൊക്കെ NCERT കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, now the most important next topic is regulation of respiration. So next topic നോക്കാം. നമുക്ക് regulation of respiration ആണ് ബാക്കിയുള്ളത്. So regulation of respiration. ഈ respiration അതിന്റെ പ്രത്യേകത, അതിനൊരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത. റെസ്പിറേഷൻ അൺലൈക്ക് ആൾ അതർ ഓർഗൻ സിസ്റ്റം, നമ്മുടെ റെസ്പിറേഷൻ ഡെമോൺസ്ട്രേറ്റ് ഓട്ടോമാറ്റിസിറ്റി, സെൽഫ് മോഡുലേഷൻ എന്നൊക്കെ പറയും. അത് അത്രയും അത്രയും പേരുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേഷൻ നടക്കും. സോ ഒരു ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് പറയാം. അതായത് ഓട്ടോമാറ്റിസം അവിടെ നടക്കുന്നുണ്ട്. തനിയെ തന്നെ നമ്മൾ അറിയാണ്ട് ഇൻവോളണ്ടറി ആയിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിസം ഉണ്ട്, അറിയാതെ നടക്കുന്നുണ്ട്. പക്ഷേ at the same time we can modulate it അല്ലേ? സെൽഫ് മോഡുലേഷൻ ഈസ് ആൾസോ പോസിബിൾ. ഇത് ഞാനൊരു എക്സ്ട്രാ അടിച്ച് പറയാണ് കേട്ടോ. സെൽഫ് മോഡുലേഷൻ ഈസ് ആൾസോ പോസിബിൾ. കാരണം അല്ലേ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടാൻ കുറക്കാം. അപ്പം രണ്ടും പോസിബിൾ ആണ് എന്നുള്ളത്. നമുക്ക് ഹാർട്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹാർട്ടിനെ നമ്മളിങ്ങനെ വിചാരിക്കുക, ഓക്കെ, ഹാർട്ട് ചെറുപ്പം മുതലല്ല, നമ്മുടെ ഉമ്മേൻ്റെ ഗർഭപാത്രത്തിലായ 1 month ഓൺവേർഡ്സ് ഹാർട്ട് ബീറ്റിംഗ് തുടങ്ങിയതാണ്. സോ ഹാർട്ടിനോട് നമ്മൾ പറയാണ്, തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുത്തോ അല്ലേ? റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ വടിയായിട്ടുണ്ടാവും അല്ലേ? വാട്ട് എവർ, ഹാർട്ട് നിന്നാൽ നമ്മൾ വടിയാവും. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ റെസ്പിറേഷൻ കുറച്ചൊന്ന് മിണ്ടാതെ നിൽക്കാം അല്ലേ? റെസ്പിറേഷൻ നിർത്താം. ഒരു 40 to 80 seconds വരെ നമുക്കത് മാക്സിമം ലിമിറ്റ് ആട്ടോ, ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. അങ്ങനെ വരെ നമുക്ക് അത് ആക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയൊന്നും പറ്റില്ലായിരിക്കും അല്ലേ? വാട്ടർ യേശുദാസിനൊക്കെ പറ്റുമായിരിക്കും അല്ലേ? യേശുദാസ് എനിക്ക് തോന്നുന്നു 20 seconds ഒക്കെ ഹരിമുരളീരവും പാടിയിട്ടുണ്ട്. വാട്ടർ. ഓക്കെ, സോ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടും പോസിബിൾ ആണ്. ഇവിടെ ഓട്ടോമാറ്റിസം നമ്മൾ അറിയാതെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ്റെ പാർട്ട് യൂഷ്വലി ബ്രെയിൻ സ്റ്റെം ആയിരിക്കും. ബ്രെയിൻ സ്റ്റെമ്മിൽ യൂഷ്വലി നെഡുല ഒബ്ലോങ്കേറ്റ് ആയിരിക്കും. നമ്മൾ അറിഞ്ഞിട്ട് നമ്മളെ ബ്രെയിനിൽ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ആണ് അല്ലേ? സെറിബ്രൽ കോർട്ടെക്സ് വെച്ചിട്ടാണ് നമ്മൾ വോളണ്ടറി ആക്ഷൻസ് നമ്മൾ എടുക്കുന്നത്. നമ്മളെ തിങ്കിങ് പ്രോസസ്സ് സെറിബ്രത്തിലാണ്. സോ എനിക്ക് ശ്വാസം ഒന്ന് കൂട്ടാം, അങ്ങനെ ചെയ്യുന്നത് സെറിബ്രത്തിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. മെഡുല ഒബ്ലോങ്കേറ്റൊക്കെ അടി കൊടുങ്ങാതെ നോക്കിക്കോ എന്നൊക്കെ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, വാട്ട് എവർ. In humans, respiration is controlled by especially ഒരു ന്യൂറലി റെഗുലേറ്റഡ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ന്യൂറൽ റെഗുലേഷന്റെ കൺട്രോൾ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സോ ന്യൂറൽ കൺട്രോൾ ആണ്. ഓക്കെ, ഇനി ഈ ന്യൂറൽ കൺട്രോളിൽ ആരൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ് ഈസ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഞാൻ പറഞ്ഞു മെഡുല ഒബ്ലോങ്കേറ്റയിലെ ആ സെന്ററിനെ വിളിക്കുന്ന പേര് റെസ്പിറേറ്ററി rhythm center ആണ്. respiratory rhythm center, and this is present in our
medulla or medulla oblongata, medulla, and this is responsible for maintaining the normal rhythm. നമ്മളെ ശ്വാസത്തിന് നോർമലി ഒരു നോർമൽ rhythm ഉണ്ട്. സോ അതിന്റെ maintenance of a or maintenance or control the normal rhythm of respiration, normal rhythm of respiration. കാര്യം ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഇനി വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹെവി ഫിസിക്കൽ എക്സസൈസ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ ഹെവി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു മല ഓടി കയറുന്ന ഒരു എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് മല ഓടി കയറുന്ന ഒരു എക്സാമ്പിൾ. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലേൻ്റെ പീക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ നല്ലോണം കിതക്കുന്നുണ്ടാവും. നല്ലോണം നമ്മൾ എന്തിനായിരിക്കും നമ്മൾ ആ കിതക്കുന്നത്? ബ്രീത്തിങ് ബിക്കംസ് ഡീപ്പർ ഷാലോവർ എന്നൊക്കെ പറയും. നല്ലോണം ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കും. എന്തുകൊണ്ടായിരിക്കും അത് എടുക്കുന്നത്? നമുക്കറിയാം, ഇറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ സ്കെൽറ്റൽ മസിൽസും സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ എനർജി വേണം. എനർജി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് മോളിക്യൂൾ സ്റ്റോർ ചെയ്തിട്ട ഗ്ലൂക്കോസ് മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഓക്സിജൻ അതിന് വേണം. ഈ ഓക്സിജൻ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ, ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഓക്സിജൻ ഇൻസ്പിറേഷൻ കൂടുതൽ നടത്തുന്നത്. അതിന്റെ ഫലമായിട്ട് CO2 + H2O + certain എനർജി ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ബേസിക് സാധനം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടുന്നത്. സോ അങ്ങനത്തെ ഹെവി ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ റെസ്പിറേഷൻ റിതം സെന്റർ പോരാ, ഇതൊരു നോർമൽ റിതത്തിന് മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് pneumotaxic center. ഈ pneumotaxic center, very important, P for P. Pneumotaxic center is present in pons, Ferrolior pons. Okay, പോൺസിലാണ് ഈ pneumotaxic center ഉള്ളത്. ഈ pneumotaxic centerന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഈ ഇത്തരം സിറ്റുവേഷനിലാണ്, അതായത് when we are doing a strenuous physical exercise, or for example when you are doing heavy physical exercise, this center will be activated, that is pneumotaxic center will be activated. And this actually ഈ സെന്ററിന്റെ ആക്ഷന്റെ ഫലമായിട്ട് NCERT കൊടുത്തത് ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ ഈസ് ഡിക്രീസ്ഡ് എന്നുള്ള NCERT കൊടുത്തു. പലർക്കും ഇത് കൺഫ്യൂസിംഗ് ആണ്. അതെന്താ ഇൻസ്പിറേഷൻ ഡ്യൂറേഷൻ മാത്രം കുറക്കുന്നത്? ഡ്യൂറേഷൻ കുറക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം, നമ്മൾ റെസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശ്വാസം എടുക്കാൻ പറ്റും. ടൈം കുറഞ്ഞ ആ ചെറിയ ടൈമിൽ നമുക്ക് ഇൻസ്പിറേഷൻ മാത്രമേ കുറക്കുള്ളൂ. ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി സ്വിച്ച് ഓഫ് ദ ഇൻസ്പിറേഷൻ എന്നാ പറയാ. ഇൻസ്പിറേഷന്റെ ടൈം ഡിക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി എക്സ്പിറേഷന്റെ ടൈമും കുറയുന്നതാണ്. ഓക്കെ, അപ്പൊ NCERT ഒരു ഹിഡൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. എക്സ്പിറേഷന്റെ റേറ്റ് അല്ല ഡയറക്ട്ലി കുറക്കുന്നത്, ഡയറക്ട്ലി ഇൻസ്പിറേഷന്റെ റേറ്റ് ആണ് കുറക്കുന്നത്. പക്ഷെ അതിന്റെ ഫലമായിട്ട് എക്സ്പിറേഷന്റെ റേറ്റും കുറയാണ്. ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ടൈഡൽ വോളിയത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ. നമ്മൾ എത്രത്തോളം ഉള്ളിലേക്ക് എടുത്തോ അത്രത്തോളം നമുക്ക് കളയാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. സോ ഇൻസ്പിറേഷന്റെ റേറ്റ് കുറച്ചിട്ട് ഇത്ര ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ദാറ്റ് ഈസ് എ സിമ്പിൾ കൺസെപ്റ്റ്. ഓക്കെ, സോ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറച്ചാൽ റെസ്പിറേഷന്റെ റേറ്റ് ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന NCERT പറഞ്ഞു. പക്ഷേ റേറ്റ് എന്താവും നമുക്കറിയാം, റേറ്റ് ഇൻക്രീസ് ചെയ്യും. റേറ്റിനെ നമുക്ക് നല്ലോണം കൂട്ടാം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദിസ് റെസ്പിറേറ്ററി റിതം സെന്റർ. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ആക്ച്വലി നമ്മുടെ ബ്ലഡിൽ H+ അയോണും അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ഈ സാധനം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രശ്നമാണ്, ബ്ലഡിൽ പ്രശ്നമാണ്. H+ അയോൺ കൂടിയാൽ നമ്മളെ ബ്ലഡിൽ അസിഡോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, കാർബൺ ഡയോക്സൈഡും അതേപോലെ തന്നെ അസിഡോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്കാണ് ബ്ലഡ് പോകുക. സോ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിലെ ചില മെക്കാനിസംസ് ഉണ്ട്, അതും കൂടെ നമുക്കറിയണം. ദാറ്റ് ഈസ് നമ്പർ 3. അതിന് നമ്മൾ പറയാ കീമോസെൻസിറ്റീവ് ഏരിയ എന്നാണ് പറയുക. കീമോസെൻസിറ്റീവ് ഏരിയ and this chemosensitive area is present adjacent to what adjacent to rhythm center തന്നെയാണ്. adjacent to rhythm center നമ്മളിപ്പോൾ പറഞ്ഞ rhythm center അല്ലേ, rhythm center തന്നെയാണ്. rhythm center എവിടെയുള്ളത്? നമ്മുടെ മെഡുല. ഓക്കെ, ഇത്തരം കുറച്ച് ഏരിയാസ് ഉണ്ട്. മെഡുല ഒബ്ലോങ്കേറ്റ ഉണ്ട്, അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ആണ് റിതം സെന്റർ ഉള്ളത്. അതാണ് നമ്മൾ നോർമലി റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിന് അസോസിയേറ്റ് ചെയ്ത് അതിന് അഡ്ജസെന്റ് ആയിട്ട് ഒരു സെന്റർ ഉണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, this center is highly sensitive to carbon dioxide and H+ ion. ഈ സാധനം നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ increased CO2 and increased H+ ion concentration will activate this center, will activate this chemosensitive area, and this will
activate the respiratory rhythm center. Okay, respiratory rhythm center. എല്ലാം റെസ്പിറേറ്ററി റിതം സെന്ററിലേക്കാണ് ആക്ടിവേഷൻ കൊടുക്കുക. ഈവൻ നമ്മുടെ ന്യൂമോടാക്സിക് സെന്റർ പോലും ആക്ടിവേറ്റ് ചെയ്ത റിതം സെന്ററിലോട്ട് തന്നെയാണ് ഇമ്പൾസ് കൊടുക്കുക. ആ റിതം സെന്റർ എന്ത് ചെയ്യും? ഓക്കെ, ഇനി കുറച്ച് കൂട്ടാം എന്ന് പറഞ്ഞിട്ട് റെസ്പിറേഷന്റെ റേറ്റ് കൂട്ടുക ചെയ്യുക. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും H+ അയോണും നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ റിതം ഈ കീമോ സെൻസിറ്റീവ് ഏരിയ ആർക്കാ ആക്ടിവേഷൻ കൊടുക്കുക? റെസ്പിറേറ്ററി റിതം സെന്ററിനാണ് ഇമ്പൾസ് കൊടുക്കുക. ആ റെസ്പിറേറ്ററി റിതം സെന്റർ അപ്പോൾ എന്ത് ചെയ്യാണ്? റെസ്പിറേറ്ററി റിതം സെന്റർ അപ്പോൾ ബ്രീത്തിങ്ങിന്റെ റേറ്റ് ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് നല്ലോണം ഓക്സിജനെ നമ്മൾ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. സോ ഈ കീമോ സെൻസിറ്റീവ് ഏരിയക്ക് പുറമെ നമ്മുടെ ബോഡിയിൽ ചില റിസപ്റ്റേഴ്സുകളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കീമോ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സുകളും നമ്മുടെ ബോഡിയിലുണ്ട്. ആൻഡ് ഇത് ബ്രെയിനിലല്ല. ഇതുവരെ നമ്മൾ ബ്രെയിനിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി കുറച്ച് പുറത്തുള്ള ഒരാളും കൂടെ നമ്മൾ NCERT പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്പർ 4 ആൻഡ് ദാറ്റ് ഈസ് കാൾഡ് കീമോ സെൻസിറ്റീവ് receptors. Chemosensitive receptors എന്നാണ് associated with our aortic arch and also carotid artery. So what is this aortic arch? Hope you know. Aorta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടറി ആണ് അല്ലേ. ഇത് ഹാർട്ട് ആണെങ്കിൽ അയോട്ടിക് ആർച്ച്. എന്ന് പറഞ്ഞാൽ അയോട്ടിക് ആർച്ച് ഇങ്ങനെയുണ്ട്. ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വെസൽസ് ആണ് കരോട്ടിഡ് ആർട്ടറി. നമ്മളെ രണ്ട് സൈഡിലേക്കും കരോട്ടിഡ് ആർട്ടറി, രണ്ട് നെക്കിന്റെ സൈഡിലേക്കും കരോട്ടിഡ് ആർട്ടറി വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ദിസ് ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ കരോട്ടിഡ് ആർട്ടറി നെക്കിന്റെ പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കരോട്ടിഡ് ആർട്ടറി അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ആൻഡ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി എന്നുള്ള രണ്ട് ആർട്ടറിയും മാറുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പൾസേഷൻ കിട്ടുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. ദിസ് ഈസ് പ്രസന്റ് ഇൻ അവർ ബോത്ത് നെക്ക്. ഓക്കെ, ഇത് നമ്മുടെ നെക്കിലാണ് പ്രസന്റ് ആകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ നെക്ക് സൈഡിലാണിത്. ഇത് നമ്മുടെ ചിഹ്നം അല്ലേ. ഈ ഏരിയയിലാണ് നമുക്ക് ഇങ്ങനെ പൾസേഷൻ ഒക്കെ ഫീൽ ചെയ്യുക അല്ലേ, പൾസേഷൻ. സോ എവിടെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ചില ബോഡീസ് ഉണ്ട്, അതേപോലെ ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ചില ഓർഗൻസ് ഉണ്ട്. ഇവരെന്തിനെ സെൻസ് ചെയ്യാന്നറിയോ? നമ്മുടെ ബ്ലഡിൽ ഇതേപോലെ H+ അയോണും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു റിസപ്റ്റേഴ്സുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ റിസപ്റ്റേഴ്സുകൾ ഞാൻ പറഞ്ഞു, ഈ റിസപ്റ്റേഴ്സ് they actually get activated by what? They get activated by changes in the ഓക്സിജൻ അല്ല കേട്ടോ, ഓക്സിജന് വലിയ റോളൊന്നും ഇല്ല കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ അയോൺ, ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ ഈ റിസപ്റ്റേഴ്സുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് അഗെയിൻ ആരെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു? നമ്മുടെ റെസ്പിറേറ്ററി റിതം സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. റെസ്പിറേറ്ററി റിതം സെന്റർ അഗെയിൻ കറസ്പോണ്ടിങ് ആക്ഷൻ എടുക്കുന്നു. നമ്മൾ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പിറേഷൻ റേറ്റ് കൂട്ടി നമ്മൾ അതിനെ കളയുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് ദ ഐഡിയ ഓഫ് ദിസ്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദിസ് ഓക്സിജൻ ഹാസ് ഗോട്ട് no direct role in the no significant role in the respiration അല്ലെങ്കിൽ റെഗുലേഷനിൽ വലിയ റോൾ ഇല്ല എന്നൊക്കെ പറയുന്നു. അതിനും കുറേ റീസൺസ് ഒക്കെ ഉണ്ട്. ഓക്സിജന്റെ നീഡ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഡിസോൾവ്ഡ് സ്റ്റേറ്റിലാണ്. അത് കുറച്ച് റീസൺസ്, അതൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. സോ ഓക്സിജൻ എന്തില്ല? ഡയറക്റ്റ് റോൾ ഇല്ല. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനും H+നും ഒക്കെ നമ്മുടെ ബോഡിയിലെ ഡയറക്റ്റ് റെസ്പിറേഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോൾ ഉള്ളൂ എന്നാണ് NCERT പറഞ്ഞത്. സോ നമ്മൾ 4 കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ബ്രെയിൻ ലെവലിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ബ്രെയിനിൽ എന്തൊക്കെയാ പറഞ്ഞു? ബ്രെയിനിൽ നമ്മൾ ആദ്യം റെസ്പിറേറ്ററി റിതം സെന്റർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ മെഡുല പറഞ്ഞു, ആൻഡ് അവർ ന്യൂമോടാക്സിക് സെന്റർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ അവർ പോൺസ്, ദെൻ അവർ കീമോ സെൻസിറ്റീവ് ഏരിയ which is present adjacent to the rhythm center പറഞ്ഞു, ആൻഡ് നമ്മളെ പെരിഫറിയിൽ കാണുന്ന നമ്മുടെ കീമോ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് പറഞ്ഞു. എവിടെയൊക്കെയാ? നമ്മുടെ അയോട്ടിക് ആർച്ചിലുണ്ട്, ആൻഡ് ആൾസോ അവർ കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞു. ഈ റെസ്പിറേറ്ററി റിതം സെന്റർ ആണ് നോർമൽ റിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്
നമ്മുടെ ഇൻക്രീസ്ഡ്, അതായത് നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അഥവാ ഇൻസ്പിറേഷൻ്റെ ടൈം ഒക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമ്മൾ H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന് വേണ്ടിയിട്ട്, ഐ മീൻ ഇത് നമ്മുടെ ബോഡിയിൽ ബ്ലഡിലൊക്കെ ഒരു പരിധി വിട്ട് കൂടുകയാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. സിമ്പിൾ അല്ലേ? പവർഫുൾ അല്ലേ? ഓക്കെ, next we can actually speaking, this medulla has two respiratory groups എന്ന് പറയും. നമ്മൾ DRG VRG, dorsal respiratory group and ventral respiratory group. അത് പക്ഷേ NCERT-ൽ കൊടുക്കാത്തതുകൊണ്ട് അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഓക്കെ, now my point is the last one, that is disorders. നമ്മൾ ഏത് ഫിസിയോളജിക്കൽ സിസ്റ്റം പഠിച്ചാലും യൂഷ്വലി കുറച്ച് ഡിസോർഡേഴ്സും കൂടെ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് അല്ലേ? ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾ അബൌട്ട് ദ നോർമൽ മെക്കാനിസം വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഹ്യൂമൻ ബീങ്സ്. ബട്ട് സാഡ്ലി നോർമലി അല്ല എല്ലാ ഫിസിയോളജിക്കൽ സിസ്റ്റവും നമ്മുടെ ബോഡിയിൽ നടക്കുക. ഫിസിയോളജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ പാത്തോളജി എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ഡിസോർഡേഴ്സ് എന്നൊക്കെ വിളിക്കാം. പാത്തോളജി അല്ലേ? ഈ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഒന്നും റോബോട്ടുകളെ പോലെ ബിഹേവ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പം മെഡിസിന് പഠിക്കുന്നത് അല്ലേ? മെഡിസിന് ഹ്യൂമൻ ബീങ്സിൽ പ്രത്യേകിച്ച് ഫിസിയോളജിക്കൽ ആൾട്രേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പം വേറെ വല്ല എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ചാൽ മതി അല്ലേ? റോബോട്ട് ആണെങ്കിലും പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി അല്ലേ? നമ്മൾ വല്ല റോബോട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു? മെഡിക്കൽ ഫീൽഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പോട്ടെ, നമുക്ക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്പർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആസ്മയാണ്. ആസ്മ ആക്ച്വലി NCERT-ൽ ആസ്മ ഈസ് കൺസിഡർഡ് ആസ് എ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. സോ ആസ്മ ഈസ് എ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഈ ആസ്മ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അലർജിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ? നമുക്കറിയാം അലർജിന്റെ ഫലമായിട്ട് ആസ്മയിൽ കാര്യമായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ ബ്രോങ്കൈ. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഇൻസെക്ട് കടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? വീർക്കും, സ്വെല്ലിംഗ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ചില ആൾക്കാർക്ക് റെസ്പിറേറ്ററി ട്രാക്ട് എപ്പോഴും അലർജിക് ആയിരിക്കും. സോ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് എന്തെങ്കിലും പാത്തോജൻസുകളോ ഡസ്റ്റ് പാർട്ടിക്കിൾസോ കയറി കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ഏരിയ സ്വെല്ലനാവും. ഈ ഒരു ഏരിയ സ്വെല്ലനായി കഴിഞ്ഞാൽ അവിടുത്തെ റെസ്പിറേറ്ററി പാത്വേ ഇങ്ങനെ ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യില്ല? എയർ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. എയർ നമ്മൾ ഒരു സ്മോൾ ഏരിയയിലൂടെ എയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിസ്ലിംഗ് സൗണ്ട് ആണ് കിട്ടുക അല്ലേ? ആ വിസ്ലിംഗ് സൗണ്ടിനാണ് വീസ് അല്ലേ? That is a whistling sound. So whistling sound is produced by why? It is produced because of the passage of the air through a narrow pathway. So that is a wheezing. അതിനാണ് നമ്മൾ വീസ്, അങ്ങനെ ഒരു ഒച്ചയാണ് വരിക കേട്ടോ. വീസ് എന്നാണ് അതിന് പറയുക. So that is wheezing is produced classically in case of asthma because of this നമ്മുടെ ഈ പാത്വേ കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ അലർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അലർജി മീഡിയേറ്റഡ് ആയിട്ട് IgE ആന്റിബോഡീസ് ആണ്. നമ്മൾ സാധാരണ ഹിസ്റ്റാമിൻസ് അല്ലെ, സെറോട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ കൂടുക. സോ നമ്മൾ എന്തൊക്കെ കൊടുക്കും? ആന്റി ഹിസ്റ്റമിൻസ്. പക്ഷേ പലപ്പോഴും ആന്റി ഹിസ്റ്റമിൻസ് മാത്രം മതിയാവില്ല, കാരണം ഇത് വെറും ഒരു സാധാ അലർജി അല്ല. സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് സ്റ്റിറോയിഡ്സുകളൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അഡ്രിനാലിൻ പോലെ സാധനങ്ങൾ ചില സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ചില ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, അസ്താലിൻ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആസ്മയ്ക്കുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന കുറേ വലിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് അറിയാം, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വാട്ട് എവർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ആസ്മ നമ്മൾ പറഞ്ഞു. if asthma is finished, next we have to discuss about emphysema. എംഫിസിമ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കലി നമ്മളെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നുള്ള പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിലുള്ള ഒരു സംഭവമാണ് എംഫിസിമ എന്ന് പറയുന്നത്. ഇറ്റ് അഫക്ട്സ് അവർ ആൽവിയോളസിനെ ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യുന്ന ഒരു അസുഖം. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോസ് ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. സോ സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് എംഫിസിമ. ഈ എംഫിസിമ പ്ലസ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, അതിനാണ് മെഡിക്കലി ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ്, COPD എന്നൊക്കെ പറയുന്ന ഒരു മെഡിക്കൽ ഡിസീസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ആളുകളെ ബാധിക്കുന്ന, എസ്പെഷ്യലി സിഗരറ്റ് സ്മോക്കേഴ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് COPD. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തുമ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ് COPD. ഓക്കെ, COPD ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഫോർ ദ എവറി മെഡിക്കോസ്. ആക്ച്വലി COPD കണ്ടാൽ തന്നെ നമുക്ക് COPD ഉള്ള രോഗിയെ കണ്ടാൽ മനസ്സിലാവും, അയാളെ കൈ നോക്കിയാൽ പോലും മനസ്സിലാവും അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ എത്തുമ്പോൾ നിങ്ങൾ കാണും. ഓക്കെ, സോ എംഫിസിമ എന്ന് പറയുന്നത് നമ്മുടെ
ആൽവിയോളസിനെ ബാധിക്കുന്നതാണ്. ആൽവിയോളസിനെ ബാധിക്കുമ്പോൾ ഈ ആൽവിയോളസിലെ സർഫക്റ്റൻസുകൾ, ഈ ആൽവിയോളസിനെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്തുന്ന ആക്ച്വലി അതിലെ സർഫക്റ്റൻസുകളാണ്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സർഫസ് ടെൻഷൻ കുറച്ചിട്ട് അതിനിങ്ങനെ വീർപ്പിച്ച് നിർത്തുന്ന സംഗതികൾ. ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനെ ഇതിനെ കൊളാപ്സ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സർഫക്റ്റൻസുകൾ ഉള്ളത് അല്ലേ. ഇതിങ്ങനെ മാക്സിമം ഇങ്ങനെ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സർഫക്റ്റൻസ് ഉള്ളതുകൊണ്ടുള്ളത്. പക്ഷേ ഈ സിഗരറ്റ് സ്മോക്കിംഗ് അതിന്റെ പൊള്യൂട്ടൻസ് വരുമ്പോൾ ഈ സർഫക്റ്റൻസുകളെല്ലാം പോകുന്നു. സർഫക്റ്റൻസ് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ആൽവിയോളസുകൾ എന്ത് ചെയ്യും? ആൽവിയോളസുകൾ ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഡിഫ്യൂഷൻ മതിയാവാതെ വരും. അവരുടെ ഓക്സിജൻ ലെവൽ എപ്പോഴും എടുത്ത് നോക്കിയാൽ സാധാരണ ഒരാൾ ഓക്സിജൻ എടുത്താൽ 99 to 100 എപ്പോഴും കാണാം. ഓക്കെ, സാച്ചുറേഷൻ. പക്ഷേ ഇവർക്ക് സാച്ചുറേഷൻ ഒരു 80, 82 ആ റേഞ്ചിലായിരിക്കും. എപ്പോഴും ശ്വാസം മുട്ടലായിരിക്കും പ്രശ്നം. ഈവൻ അവരുടെ ചെസ്റ്റ് പോലും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് എംഫിസിമ, വെരി ഇമ്പോർട്ടൻറ്റ്. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ്. ദെൻ ദ ആൽവിയോളാർ വാൾസ് വിൽ ബി ഡാമേജ്ഡ് എന്നുള്ളതാണ് NCERT കൊടുത്തത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ദ ലാസ്റ്റ്, ദാറ്റ് ഈസ് occupational respiratory disorders or occupational lung diseases എന്ന് പറയാറുണ്ട്. occupational respiratory disorders. ഓക്കെ, ഇത് ഒരു ഒക്കുപേഷന്റെ ഫലമായിട്ട്, ഒക്കുപേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ്, സ്റ്റോൺ ബ്രേക്കിംഗ്, പിന്നെ മൈനിങ് പോലുള്ള ഈ ഇഷ്യൂവിൽ ആക്ച്വലി ഇതിലെ ടെസ്റ്റ് വീണ്ടും ഇങ്ങനെ അടിച്ചടിച്ച് ഈ ലങ്ങിലേക്ക് എന്ത് പോവാണ്, ലങ്ങിലേക്ക് ബ്രോങ്കസിലേക്കൊക്കെ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ കയറുകയാണ് അല്ലേ. പാർട്ടിക്കിൾസ് ഇങ്ങനെ കയറി പതുക്കെ ഇവരുടെ ലങ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ലങ്സിലേക്ക് ചെറിയ ഇൻഫ്ലമേഷൻസ് ഇങ്ങനെ വരുന്നു. ആ ഇൻഫ്ലമേഷൻ വന്നിട്ട് ചില കുറഞ്ഞ് സ്കാറിങ് പോലെ ഇങ്ങനെ വരുന്ന ഒരു ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് അവരുടെ ലങ് പോകുന്നതാണ്. ഓക്കെ, ഫൈബ്രോസിസ്. ഈ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഫൈബ്രസ് ടിഷ്യൂസ് വരുന്നതാണ്. ഈ ഫൈബ്രസ് ടിഷ്യൂസ് വന്ന് ഇങ്ങനെ ഫൈബ്രോസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജിലേക്ക് നമ്മുടെ ലങ്സ് പോകും. ഈവൻ ട്യൂബർക്കുലോസിസ് അല്ലെ, ടി ബി എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ പ്രശ്നം ഈ ഫൈബ്രോസിസ് ആകുന്നു ലങ്സ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ എപ്പോഴും ഈ രോഗിക്ക് എന്തുണ്ടാകും, സാധാരണഗതിയിൽ ഒരു ശ്വാസം മുട്ടലുണ്ടാകും, ചിലപ്പോൾ നെഞ്ച് വേദന ഉണ്ടാകും, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കാണാം. ദാറ്റ് ഈസ് ലങ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഇറിവേഴ്സിബിൾ. സോ ഇതിൽ കോമൺ എക്സാമ്പിൾസ് സിലിക്കോസിസ് അല്ലെ, സിലിക്ക, പിന്നെ ആസ്ബസ്റ്റോസിസ്. ഈ രണ്ട് സാധനങ്ങളാണ് ഇതിലെ കോമൺ എക്സാമ്പിൾ കേട്ടോ. ട്യൂബർക്കുലോസിസും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട്. സോ ഇത്രയാണ് ഒക്കുപേഷണൽ ലങ് ഡിസീസസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസോർഡേഴ്സും പറഞ്ഞു. ഇതിനു മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ കൺട്രോൾ പറഞ്ഞു, നമ്മുടെ റെഗുലേഷൻ പറഞ്ഞു. ഓക്കെ, റെഗുലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ റെഗുലേഷൻ സാധാരണ നമ്മളെ റെഗുലേഷൻ ഇൻവോളണ്ടറി ആണ്. ഓക്കെ, വോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നും പറഞ്ഞു. വാട്ട് ഹാപ്പൻസ് വെൻ ദിസ് ഇൻവോളണ്ടറി തിങ് ഈസ് ലോസ്റ്റ്? ഇൻവോളണ്ടറി ആയിട്ട് നമ്മളെ റെസ്പിറേഷൻ നമ്മൾ കൺട്രോൾ ഉണ്ട് അല്ലേ, നമ്മളറിയാതെ നമ്മളെ റെസ്പിറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് വെൻ ദാറ്റ് ഈസ് ലോസ്റ്റ്? ഈസ് ദർ എനി കണ്ടീഷൻ? ഞാൻ വെറുതെ ഒരു ഇൻട്രസ്റ്റ് പർപ്പസിന് പറയാം. ഓൺടൈൻസ്കേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖം ഉണ്ട് കേട്ടോ, ജന്മന വരുന്നതാണ്. ചിലപ്പോൾ പോളിയോ ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഈ സിറ്റുവേഷനിൽ എന്താണെന്നറിയോ, നമ്മൾ ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ എപ്പോഴും പോകും. അപ്പോൾ ആ ആൾക്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, വോളണ്ടറി ആയിട്ട് ഇങ്ങനെ ആക്ച്വലി ബ്രെയിൻ ഫോർഗെറ്റ് എന്നാ പറയാ, ബ്രെയിൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഓൺടൈൻസ്കേഴ്സ്. ഓക്കെ, അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ് വെന്റിലേഷൻ, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ? ചില ആൾക്കാർ വെന്റിലേറ്ററിൽ ഇട്ടു എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എന്താ, ആക്ച്വലി അവരുടെ ഈ സ്പോണ്ടേനിയസ് ബ്രെയിൻ ഡെത്ത് ഒക്കെ സംഭവിച്ചാൽ അല്ലെ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പതുക്കെ മെഡുല ഒക്കെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മെഡുല ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നോർമൽ റെസ്പിറേഷൻ നടക്കാതെ വരും. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലി അവർക്ക് വായിൻ്റെ ഉള്ളിലേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് ലങ്സിലേക്ക് എയർ ഇങ്ങനെ അടിച്ച് കയറ്റാൻ എക്സ്ട്രാ ഒരു ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി വാട്ട് റിയലി ഹാപ്പൻസ് ഇൻ വെന്റിലേഷൻ, ദ പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലെ, പേഷ്യൻ്റ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദ പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം, ഒരു പമ്പ് പോലത്തെ സംഭവം ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ പ്രസ് ചെയ്യും, അതേപോലെ കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ ലങ് പോലെ. ഓക്കെ, ഇതിങ്ങനെ പ്രസ് ചെയ്യും. ഇത് നമ്മൾ എങ്ങോട്ടേക്ക്, പേഷ്യൻ്റെ വായിലൂടെ നമ്മൾ പേഷ്യൻ്റെ ലങ്സിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, പേഷ്യൻ്റെ ലങ്സ് ഇവിടെ ഉണ്ട്, പേഷ്യൻ്റെ ലങ്സിലേക്ക് ഈ എയറിനെ ഇങ്ങനെ അടിക്കുക കയറ്റുക, ഉള്ളിലേക്ക് കയറ്റുക, പിന്നെ റിലാക്സ് ചെയ്യുക, കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി കൊടുക്കുന്നതാണ്. പതുക്കെ ബ്രെയിന് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് ബ്രെയിന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻ്റ് വിൽ ബി ഓക്കെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് വിൽ ബി becoming a star, that is patient will be passed away. Okay, so that is the thing about this ventilation and all.
സോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ബി ഹിയറിംഗ് മെനി തിങ്സ് ഓൺ ദിസ് ഫിസിയോളജി ടോപ്പിക്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, റെസ്പിറേഷൻ. ഓക്കെ, സോ താങ്ക് യു.